അപ്പോൾ ഇതേ സമയം രാത്രി 10 മണിയാണ് കേട്ടോ. ഞാനും മോനും കൂടി ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടേക്കാണെന്നല്ലേ ഇതേ നവരാത്രി മഹോത്സവം നടക്കുകയല്ലേ ഇവിടുത്തെ 10 ദിവസം ഗംഭീര ആഘോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ നാട്ടിലൊന്നും നമ്മളിങ്ങനെ കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര ആഘോഷമാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഗർഭക്കളി അത് 10 ദിവസം ഇവിടെ ഭയങ്കര ഗംഭീരമായിട്ട് നടക്കും കേട്ടോ. അപ്പോൾ വലിയൊരു ഉത്സവം പോലെയാണ്, നോക്കുക ഉത്സവത്തിന് പന്തലൊക്കെ ഇട്ട പോലെ. അപ്പോൾ അതൊന്ന് കാണാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനും മോനും കൂടി വന്നിരിക്കുന്നത്. ഹസ്ബൻഡും മോളും പിന്നെ എപ്പോഴും തിരക്കാണല്ലോ, അപ്പോൾ ഞാൻ മോനെയും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് അലങ്കരിച്ച ഒരു ഇതിനായിട്ട് ഒരുക്കിയ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ് എൻ്റെ വകയാണ് കേട്ടോ ഈ ഒരു പരിപാടി എന്നൊക്കെ പറയണത്. അപ്പോൾ ഇത് സ്റ്റേജ് ലൈവ് ആയിട്ട് പാട്ട് പാടുന്നതാണ്. അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഇവിടെ ദാണ്ഡ്യം കളിക്കട്ടെ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം പരിപാടികളൊക്കെ കണ്ടിട്ട് ഇതേ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ സമയം ഒരുപാടായില്ലേ, നാളെ മോന് സ്കൂളും ഉള്ളത്, അത് കാരണം പിന്നെ നമ്മളൊരു 10:30-11 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ